അപ്പോൾ മക്കളെ 29th ജനുവരിയിലെ ഷിഫ്റ്റ് 2 അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്കാണ് നമ്മൾ കടക്കുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക് എന്താ പറയുന്നത്. ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇഫ് ഇൻ്റഗ്രൽ π/6 to π/3 root of 1 minus sin 2x is equal to alpha plus beta root 2 plus gamma root 3 where alpha, beta, gamma are rational numbers, then 3 alpha plus 4 beta minus gamma is equal to dash. ഇതൊക്കെ കാണണമെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യണ്ടേ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയില്ലേ? നോക്കണേ, 1 എന്ന് പറഞ്ഞാൽ cos സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആണല്ലോ. sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x ആണല്ലോ അല്ലേ? എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും കിട്ടുക cos x മൈനസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ആണ്. റൂട്ടിനുള്ളിലാണ്. റൂട്ടിനുള്ളിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ π/6 ആണ്. π/6 to π/3 മോഡുലസ് ഓഫ് cos x മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം അല്ലേ? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലേ? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് നോക്കിക്കാടെ ഇതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കാണാൻ വേണ്ടിയിട്ട് അല്ലേ? ആദ്യം ഏതാണ് ഇത്? 0 ആണ്. ഇതെന്തായിട്ട് എടുക്കാം? π/2 ആയിട്ട് എടുക്കാം അല്ലേ? നമുക്ക് ആദ്യം ഏതിൻ്റെ ഗ്രാഫ് ഏകദേശം വരച്ചു നോക്കാം? cos എക്സിൻ്റെ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് cos എക്സിൻ്റെ ഗ്രാഫ് പോകുക. ഇനി സൈൻ എക്സിൻ്റെ ഗ്രാഫ് ലൈക്ക് ദിസ്. ഈ ഫോമുല സൈൻ എക്സിൻ്റെ ഗ്രാഫും നീങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? എന്ന് പറയുമ്പം ഇന്റർസെക്റ്റിംഗ് പോയിന്റ്, ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആരാണ്? π/4 അല്ലേ? എവിടെ മുതൽ എവിടത്തേക്കാ കാണാൻ പറഞ്ഞ? π/6 to π/3 അല്ലേ? ഞാനിവിടെ π/6 ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്താണ് മാർക്ക് ചെയ്ത്? π/3 മാർക്ക് ചെയ്ത്. ഇത് π/3, ഇത് π/6 അല്ലേ? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലേ കാണേണ്ടത്? ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് അല്ലേ? എന്ന് പറയുമ്പം ഇതിന്റെ ടോട്ടൽ ഏരിയ കണ്ടെത്തിയാൽ പോരെ? ഈ ഏരിയ മുഴുവൻ കണ്ടെത്തിയാൽ പോരെ? ആ ഏരിയ മുഴുവൻ കണ്ടാണെങ്കിൽ ഇത് എന്താണോ അതിൻ്റെ അതേ ഏരിയ തന്നെയല്ലേ ഇതിൻ്റെ ഇപ്പുറം കിട്ടുക? അതായത് സിമെട്രി ഫോമിലല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ മാത്രം കാണുന്നത്. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഏറ്റവും എളുപ്പമുള്ള വിദ്യ എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ എവിടുന്ന് ഇവിടത്തേക്കാ പോകുന്നത്? π/6 നിന്ന് π/4. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? cos x ആണ്, sin x ആണ്. അപ്പോൾ cos x അല്ലേ നമ്മളെ ഗ്രേറ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എഴുതുമ്പം എന്ത് എഴുതാ? cos x. നോക്കണേ, cos x മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാലോ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാലോ. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുമെന്ന് നോക്കാം. 2 ഇൻറ്റു cos എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്, മൈനസ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് cos എക്സ് ആണ്. അപ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് cos എക്സ് ആയിട്ട് മാറും. ബിറ്റ്വീൻ ദി ലിമിറ്റ് π/6 to π/4 എന്ന് എഴുതും. അതായത് 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് π/4 ആയതുകൊണ്ട് ലിമിറ്റ് കൊടുത്താൽ 1/√2 പ്ലസ് 1/√2 എന്ന് കിട്ടും. ഇനി ലോവർ ലിമിറ്റ് π/6 ആണ്. π/6 കൊടുക്കുമ്പോൾ സൈൻ π/6 എന്താണ്? 1/2. അടുത്തത് √3/2 എന്ന് കിട്ടും. ഇതല്ലേ കിട്ടുക അല്ലേ? 1/√2 പ്ലസ് 1/√2 ഇതെന്താ കിട്ടുന്നത്? 1/√2 പ്ലസ് 1/√2 നിങ്ങൾക്ക് കിട്ടുക 2/√2 ആണ്. 2/√2 എന്ന് പറഞ്ഞാൽ √2 എന്ന് കിട്ടും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആദ്യത്തത് 2√2 എന്ന് കിട്ടും. ഇനിയോ മൈനസ് 1 എന്ന് കിട്ടും, മൈനസ് √3 എന്ന് കിട്ടും. ഇതല്ലേ കിട്ടുക അല്ലേ? അപ്പം നമ്മൾ എഴുതുന്നത് ഒരേ ഓർഡറിൽ എഴുതുന്നത്. ഈ ഈക്വൽ ടു ആദ്യം ഞാൻ ഈ -1 എഴുതുന്നു, പിന്നെയോ പ്ലസ് 2√2 എഴുതുന്നു, മൈനസ് എന്ത് എഴുതുന്നു? മൈനസ് √3യും എഴുതുന്നു. തന്നിരിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യാലോ. തന്നിരിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആൽഫ എന്ന് പറയുന്നത് -1 ആണ്, ബീറ്റ എന്ന് പറയുന്നത് ആരാണ്? 2 ആണ്, ഗാമ എന്ന് പറയുന്നത് -1 ആണ് കിട്ടുക. ആൽഫ -1, ഗാമിയം -1, ബീറ്റ 2 ആണെന്ന് കിട്ടി. കാണേണ്ടത് നോക്കണേ മക്കളെ, എന്താ കാണേണ്ടതെന്ന്? കാണേണ്ടത് 3 ആൽഫ പ്ലസ് 4 ബീറ്റ മൈനസ് ഗാമ എന്ന് പറയുമ്പോൾ 3 ആൽഫ എന്ന് പറയുമ്പോൾ -3 പ്ലസ് 4 ബീറ്റ 3 അല്ലേ? അപ്പോൾ 4 × 2 എന്ന് കിട്ടും, അതായത് 8. ഇനിയോ -1 പ്ലസ് 1 എന്ന് കിട്ടും. 8 + 1 9. പിന്നെയോ 3 ഉണ്ട്. സോ എന്ത് കിട്ടും? ആൻസർ 6 എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ ആൻസർ 36 എന്ന് കിട്ടി.
കേട്ടോ. അപ്പോൾ 6 എന്ന് കിട്ടി. അപ്പോൾ എന്താണ്, ഏരിയനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ എന്നും ക്വസ്റ്റ്യൻ ഷുവറാണ്. ഓക്കെ.